ഫേസ്ബുക്ക് പോസ്റ്ററിന്റെ പേരിൽ ഏറ്റുമുട്ടി എഴുത്തുകാരായ കെ.ആർ. മീരയും ബെന്യാമിനും ഹിന്ദു മഹാസഭയുടെ ഗോഡ്സെ പുകഴ്ത്തലിനെതിരെ കെ.ആർ. മീര ഇട്ട പോസ്റ്റാണ് രണ്ടുപേരും തമ്മിലുള്ള തർക്കം പരസ്യപ്പോരിലെത്തിച്ചത്. ഗാന്ധിജിയെ തുടച്ചുമാറ്റാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ട് നടന്നില്ല. പിന്നെയല്ലേ ഹിന്ദു മഹാസഭ എന്നായിരുന്നു കെ.ആർ. മീരയുടെ പോസ്റ്റ്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഹിന്ദു മഹാസഭ ഗോഡ്സെയെ ആദരിച്ച വാർത്ത പങ്കുവച്ചായിരുന്നു കോൺഗ്രസിനെ പരിഹസിച്ചുള്ള പോസ്റ്റ്. കെ.ആർ. മീരയുടെ വിവാദ താരതമ്യം ശക്തമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. കെ.ആർ. മീരയോടുള്ള വിയോജിപ്പും വിമർശനവും ബെന്യാമിൻ പരസ്യമാക്കി. കെ.ആർ. മീര പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. ഏതിനോട് താരതമ്യം ചെയ്യണമെന്നും മീരയ്ക്കറിയില്ലെന്ന് ബെന്യാമിൻ വിമർശിച്ചു. പോസ്റ്റ് ഗുണം ചെയ്യുന്നത് സംഘപരിവാറിനാണെന്ന് അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ട് എഴുതുന്നതാണ് അപകടമെന്നും ബെന്യാമിൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. എല്ലാ മനുഷ്യരും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വെറും അപ്പക്കഷങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നോ ഒരു തെറ്റായ ധാരണ മീരയുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മൾ പ്രവർത്തിക്കുന്നത് വിമർശിക്കുന്നത് ഒക്കെ നമ്മളുടെ ചില മൂല്യങ്ങളുടെയും നമ്മളുടെ ചില വിചാരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. ബെന്യാമിന് അതേ നാണയത്തിൽ മറുപടി നൽകി കെ.ആർ. മീര. തന്നെ സംഘപരിവാറായി അവതരിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് വിമർശനമെന്നാണ് മറുപടി. രാഷ്ട്രീയ പാർട്ടികളുടെ അപ്പക്കഷ്ണം തനിക്ക് ആവശ്യമില്ലെന്നും മീര വ്യക്തമാക്കി. കോൺഗ്രസിനെയും സംഘപരിവാറിനെയും സുഖിപ്പിക്കാനാണ് ബെന്യാമിൻ ശ്രമിക്കുന്നതെന്നും കെ.ആർ. മീര തുറന്നടിച്ചു. ഇടത് ആഭിമുഖ്യമുള്ള എഴുത്തുകാരായി അറിയപ്പെടുന്ന രണ്ടുപേരുടെയും തുറന്ന പോര് സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ചയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ മോഹമാണ് തർക്കത്തിന് പിന്നിലെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ വിമർശനം. ന്യൂസ് 18 തിരുവനന്തപുരം. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തൽക്കാലം നിർത്തിവെച്ചു. കമ്മീഷന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്തുള്ള ഹൈക്കോടതിയിലെ കേസ് തീർപ്പാക്കിയ ശേഷം തുടർ നടപടികൾ കൈക്കൊള്ളും. കേസ് പെട്ടെന്ന് തീർപ്പാക്കിയാൽ റിപ്പോർട്ട് വേഗത്തിൽ സമർപ്പിക്കുമെന്നും കമ്മീഷന്റെ പ്രവർത്തനം നിയമപ്രകാരമാണെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ വ്യക്തമാക്കി. കാസർകോട് അടൂരിൽ ജനവാസ മേഖലയിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. തലപ്പച്ചേരി സ്വദേശി മോഹനന്റെ കിണറ്റിലാണ് പുലിയുടെ ജഡം കണ്ടെത്തിയത്. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ജഡം കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് ദേലമ്പാടിയിലെ മോഹനന്റെ വീട്ടുവളപ്പിലെ കിണറ്റിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. 3 ദിവസമായി വീട്ടിലെ മോട്ടോർ കേടായിരുന്നതിനാൽ കിണർ ഉപയോഗിച്ചിരുന്നില്ല. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടുകാർ പുലിയെ കണ്ടത്. ആൾമറയില്ലാത്ത കിണർ വലയിട്ട് മൂടിയ നിലയിലായിരുന്നു. വലയുടെ ഒരു ഭാഗം കീറിയിട്ടുണ്ട്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. വെറ്റിനറി സർജനും ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പുലിയെ പുറത്തെടുത്ത് തുടർ നടപടികൾ സ്വീകരിച്ചു. പ്രദേശത്ത് മാസങ്ങളായി പുലിയുടെ സാന്നിധ്യമുണ്ട്. ജനവാസ മേഖലയിൽ നിന്ന് പുലിയുടെ ജഡം കണ്ടെത്തിയതോടെ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. പ്രദേശത്ത് കൂടുതൽ പുലികളുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് ഞാങ്ങാട്ടിരിയിൽ വാഹനമിടിച്ച് കാട്ടുപന്നി ചത്തു. മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായിരുന്നു. കഴിഞ്ഞ ദിവസവും മേഖലയിൽ പന്നിക്കൂട്ടമെത്തി കൃഷി നശിപ്പിച്ചിരുന്നു. ഇവ റോഡിലിറങ്ങവെയായിരുന്നു അപകടം. അധികാരത്തിലെത്താൻ UDF വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSSും ജമാഅത്തെ ഇസ്ലാമിയും CPMനെതിരെ ഒന്നിച്ചു നീങ്ങുകയാണ്. LDF ഭരണം തുടർന്നാൽ തിരിച്ചടിയാകുമെന്ന് വർഗീയ ശക്തികൾക്കറിയാം. ഏത് മാർഗത്തിലൂടെയും അധികാരത്തിൽ വരാനാണ് UDF ആഗ്രഹിക്കുന്നതെന്നും അതിന്റെ ഭാഗമാണ് വർഗീയ ശക്തികളുമായുള്ള കൂട്ടുകെട്ടെന്നും മുഖ്യമന്ത്രി. CPM കണ്ണൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 3 വയസ്സുകാരിയുടെ കൈ ഇഡ്ഡലിത്തട്ടിൽ കുടുങ്ങി. തിരുവനന്തപുരം വിഞ്ഞാറമൂട് ചെമ്പൂരിലാണ് സംഭവം. 3 വയസ്സുകാരി ദുർഗയുടെ ഇടതു കൈയിലെ ചൂണ്ടുവിരലാണ് പാത്രത്തിൽ കുടുങ്ങിയത്. സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആശുപത്രി അധികൃതർ ഫയർഫോഴ്സ് സഹായം തേടുകയായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് പാത്രം മുറിച്ചു മാറ്റിയത്.